ഇന്നേ നമുക്ക് വഴുതനയ്ക്ക് ശകലം കാര്യം ചെയ്തു കൊടുക്കാനുണ്ടേ. ഇത് കണ്ടോ വഴുതന ഇങ്ങനെ നല്ലോണം പൊങ്ങി വന്നിരിക്കുവാണേ. ഇതിൻ്റെ ഇലയ്ക്ക് ഇതേ ചെറിയ ചുരുളിമയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനൊരു പരിപാടിയും കൂടെ ചെയ്യണം. ഇത് കണ്ടോ ചെറിയ കീടം മറന്നുപോയി ആ സമയത്ത്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാനേ ഒരു പിടി സ്റ്റെറാമീൽ തണ്ടേ മുട്ടാതെ ഇതിൻ്റെ ചോട്ടിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് അത് മൂടാനായിട്ട് കുറച്ച് ഉണങ്ങിയില, ഇത് മിറ്റടിച്ച് വരുമ്പോൾ നമ്മൾ വെക്കുന്ന ഉണങ്ങിയിലയാണ്. അത് പ്ലാസ്റ്റിക് ഒന്നും ഇല്ലാതെ കുറച്ചെടുത്ത് ഇതിൻ്റെ ചോട്ടിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. കണ്ടോ, എന്തിനാണെന്നറിയോ? ഈ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ നനവ് ഇതിനകത്ത് നിൽക്കാനും അതുപോലെ തണുപ്പ് നിൽക്കാനും കളകൾ വളരാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇതുപോലൊരു സപ്പോർട്ട് ഇതിനങ്ങോട്ട് കുത്തി കൊടുക്കുക കേട്ടോ. നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞാൽ പിന്നെ അത്രയും കൂടെ താക്കണ്ടേ, അതുകൊണ്ടാണ് മണ്ണിടുന്നതിന് മുമ്പ് ചെയ്തത്. ഇനി ഈ മണ്ണ് ഇത് കുറച്ചങ്ങോട്ട് അതിൻ്റെ നമ്മുടെ കരിയില ഇവിടെ പതുങ്ങിയിരിക്കുകയും ചെയ്യും, ആ നനവ് കൂടുതൽ ഇവിടെ പിടിച്ച് നിൽക്കുകയും ചെയ്യും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അത് ഇതുപോലെ മണ്ണിട്ട് കൊടുത്ത് ഇച്ചിരി മണ്ണ് കൂടിയാലും കുഴപ്പമില്ല, കരിയിലയൊക്കെ ഭയങ്കരമായിട്ട് ഇരുത്തം വരും. ഇനി നമുക്ക് ദൈവനെ ഒന്ന് ഇങ്ങോട്ട് ചേർത്ത് കെട്ടിക്കൊടുക്കണം കേട്ടോ. അപ്പം മറിഞ്ഞു പോകാതെ ഒക്കെ അവിടെ ചേർന്ന് നിന്നോളും. കണ്ടോ, ഇനി ചെയ്യാനൊരു കാര്യമുണ്ടേ. ഇത് ബിവേറിയാണേ. ബിവേറിയയുടെ ഒരു 20 ഗ്രാം, 1 ലിറ്ററിൽ നമ്മൾ എടുക്കുന്നത് 20 ഗ്രാം ആണല്ലോ. അപ്പോൾ ഒരു കുറച്ച് ബിവേറിയ എടുത്ത് ആദ്യം കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതേ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതിനകത്ത് അലിയിപ്പിച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് ചെടിയിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ ഈ മുഴുവൻ വെള്ളം ഏകദേശം ഒരു 1/4 ലിറ്റർ വെള്ളമുണ്ടേ. ഇനി ഞാൻ ഇതൊന്ന് തിരിച്ചരിക്കുവാണേ. അരിപ്പ് വെച്ചിട്ട് അതേ കൂടെ അരിക്കും. അപ്പോൾ ഇതിനകത്തുള്ള തരിയും ഒക്കെ അതിനകത്തങ്ങ് കിടന്നോളും. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ബോട്ടിലിനകത്തോട്ട് ഒഴിക്കും. അരിച്ചെടുത്തത് കൊണ്ട് ഇതിനകത്ത് യാതൊരു കരടിൻ്റെ ശല്യമില്ല. നമ്മുടെ ഈ സ്പ്രെയറിനെ ബ്ലോക്ക് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നല്ല പോലെ ഇലയുടെ അടിയിൽ വരത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ. ഈ ഇലയുടെയൊക്കെ അടിയിൽ ചെയ്ത് കൊടുക്കും. അതുപോലെ ചെറിയ ചെറിയ കീടങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളും. അപ്പം ഇങ്ങനെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇനി ഇതിനകത്ത് കായ്കൾ പറിക്കാനായിട്ട് വന്നാൽ മതി. ഇത് കണ്ടോ ഒരു കീടം കണ്ടോ, ഇതൊക്കെ പൊക്കോളും നമ്മൾ ഈ ബിവേറിയ അങ്ങോട്ട് സ്പ്രേ ചെയ്തിട്ട്. പക്ഷേ ബിവേറിയ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ചൂട് സമയത്ത് ഒഴിച്ചു കൊടുത്താൽ ഒരു കാര്യമില്ല, വൈകുന്നേരങ്ങളിലാണിത് ചെയ്യേണ്ടത്.